ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് ജൂൺ 2025 സൈക്കോളജി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്, പനിഷ്മെൻറ്റ് ഈസ് കോൺസിക്വൻസസ് ദാറ്റ് ഇൻക്രീസ് ബിഹേവിയർ, ന്യൂട്രൽ ഇൻ നേച്ചർ, നോൺ ആസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, കോൺസിക്വൻസസ് ദാറ്റ് ഡിക്രീസ് ബിഹേവിയർ. സോ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പനിഷ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു ബിഹേവിയർ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, കോൺസിക്വൻസസ് ദാറ്റ് ഡിക്രീസ് ബിഹേവിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: രാജു പെർസീവ്സ് ആൻ ഇൻകംപ്ലീറ്റ് ട്രയാങ്കിൾ ആസ് കംപ്ലീറ്റഡ് വൺ. സെലക്ട് ദ ലോ ഓഫ് പെർസെപ്ഷൻ റിലേറ്റഡ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ കംപ്ലീറ്റ് ആയിട്ടാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. സോ അത് ലോ ഓഫ് ക്ലോഷർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ: ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് ആൻ അംബിഗസ് സ്റ്റിമുലസ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ അംബിഗസ് സ്റ്റിമുലസ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ത് മെത്തേഡാണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റീഡയറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ് ആർ നോൺ ആസ് ഡാഷ്. അപ്പോൾ നമുക്ക് അൺഅക്സെപ്റ്റബിളായിട്ട്, അതായത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ഇമ്പൾസസിനെ നമ്മൾ മാറ്റിയിട്ട് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ചാനലിലോട്ട് മാറ്റുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ, ആങ്കർ അല്ലേ, നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എനർജി വേറെ ഇപ്പോൾ ബോക്സിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലോ യൂസ് ചെയ്യുന്നതിന്, അതായത് മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാതെ യൂസ് ചെയ്യുന്നതിന്, ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെലക്ട് ദ ടേം ഫോർ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി ദാറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ IQ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താണ്, നമ്മൾ കൂടുതൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് സെലക്ട് ദ കീ ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ ഫിസിക്കലി ചലഞ്ച്ഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഫിസിക്കലി ചലഞ്ച്ഡ് സ്റ്റുഡൻസ് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇൻപുട്ട് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, അതാണ് റൈറ്റ് ആൻസർ. അതായത് ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇൻപുട്സ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് IEP ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെലക്ട് ദ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയുടെ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ 15 to 30 seconds ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, 15 to 30 seconds. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഹാം ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പോൾ അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മോശമായി ബാധിക്കുന്ന ഏത് ഘടകമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് നിലനിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് അല്ലേ, അവർക്ക് കൂട്ടിപ്പിടിക്കുന്ന ഒരു ബലം. അപ്പോൾ അതിനെ ഹാം ചെയ്യുന്നത് എന്തായിരിക്കും? കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? തകർന്നു പോകും. അപ്പോൾ അതിന് റീസെൻ്റായിട്ടുള്ള ഒരു സംഘടന തകർന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻസ് വന്നതുകൊണ്ടാണ് ആ ഒരു സംഘടന തകർന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ബാധിക്കുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ ഇൻ എ ടെസ്റ്റ് ഇസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ ഒരു ടെസ്റ്റ്, അതെന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ആ ടെസ്റ്റ് വാലിഡ് ആണെന്ന് പറയും അല്ലേ, വാലിഡ് ആണെന്നാണ് പറയാം. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്. വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ ഇൻ എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മളതിൻ്റെ വാലിഡിറ്റി എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് വരുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന കൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തതിൽ കൊണ്ടുവന്നത് JP ഗിൽഫോർഡാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.